കല്യാണി ചെന്ന് വീണത് മാധവ് സാറിന്റെ ദേഹത്തേക്കായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ മുഖം അവന്റെ നെഞ്ചോട് ചേർന്ന് അമർന്നുപോയി. അപ്പോഴും അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ വലിഞ്ഞു മുറുകിയൊരു വലയം തീർത്തിരുന്നു. ഇരുവർക്കും ഒരു നിമിഷത്തേക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നി. അല്പനേരത്തേക്ക് ചുറ്റുമുള്ളതെല്ലാം അങ്ങ് നിശ്ചലമായി പോയതുപോലെ. മുറിയിലെ നിശബ്ദതയിൽ ആ രണ്ടുപേരുടെ ഹൃദയമിടിപ്പുകൾ മാത്രം മുഴങ്ങിക്കേട്ടു. ഭയം കൊണ്ടാവണം കല്ലുവിൻ്റെ വിറയാർന്ന കൈകൾ മാധവന്റെ ടീഷർട്ടിൽ അള്ളിപ്പിടിച്ചിരുന്നു. ആ ശരീരത്തിലെ നേരിയ ചൂട് അവളിലേക്ക് കൂടി പടർന്നു തുടങ്ങി. അവൻ്റെ പെർഫ്യൂമിൻ്റെ മനം കുളിർക്കുന്നൊരു ഗന്ധം അവളുടെ നാസികയിലേക്ക് ഇരച്ചു കയറി. അവൾ പതുക്കെ, വളരെ പതുക്കെ തലയുയർത്തി അവനെ ഒന്ന് നോക്കി. കേവലം ഇഞ്ചുകളുടെ മാത്രം വ്യത്യാസത്തിൽ തൊട്ടു തൊട്ടില്ല എന്ന വിധം കൺമുന്നിലായി വന്നു നിൽക്കുന്ന മാധവന്റെ മുഖം കണ്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. പിടയ്ക്കുന്ന ആ മിഴികൾ മാധവന്റെ കാന്തം പോലെയുള്ള കണ്ണുകളിലേക്ക് മാത്രമായി ഉടക്കി. ഷർട്ടിലെ പിടി ഒന്നുകൂടി മുറുകിപ്പോയി. അവൻ്റെയും കണ്ണുകൾ അവളിൽ തന്നെ ആയിരുന്നു. ഭയവും പരിഭ്രമവും കലർന്ന അവളുടെ വിടർന്ന കണ്ണുകളിലേക്കും പാതി തുറന്ന വിറയ്ക്കുന്ന അധരങ്ങളിലേക്കും അവൻ്റെ ദൃഷ്ടി നീണ്ടു. അവനൊരു നിമിഷത്തേക്ക് സ്വയം മറന്ന് അവളെ നോക്കി. അവളിലേക്ക് മാത്രമായി അവൻ മിഴിപ്പെട്ടിരുന്നു പോയി. ഏറെ നേരം അവൻ്റെ ചൂടുള്ള നിശ്വാസം തൻ്റെ കവിളുകളിൽ തട്ടി ചിതറിയപ്പോൾ കല്ലുവിൻ്റെ ശരീരമാകെ ഒരു തരിപ്പ് പടർന്നു. ഹൃദയമിടിപ്പ് കുതിച്ചുയർന്ന് നിലച്ചു പോകും വിധമായി. ചുറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ അവൾ ഒരു ശില കണക്കിന് നിന്നുപോയി. കാറ്റടിച്ച് ജനാല ഉറക്കെ അടയുന്ന ശബ്ദം കേട്ടാണ് ഇരുവരും സ്വബോധത്തിലേക്ക് വന്നത്. കല്ലു ഞെട്ടലോടെ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചതും മാധവ് അരക്കെട്ടിലെ കൈ അയച്ച് അവളിൽ നിന്ന് അടർന്നു മാറി. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കല്ലു അതുകണ്ട് പേടിച്ചെങ്കിലും തൊട്ടു മുൻപ് സംഭവിച്ചതിൻ്റെ ചമ്മലിൽ നിന്നും പൂർണ്ണമായി മുക്തയാകാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഹൃദയം അപ്പോഴും പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. സോറി സാർ, ഞാൻ ആ ടേബിൾ കണ്ടില്ല. അവളുടെ ശബ്ദം വല്ലാതെ വിറച്ചിരുന്നു. വാക്കുകൾക്ക് വേണ്ടി അവൾ പരതി. മുഖത്തേക്ക് വീണ മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് മാറ്റിക്കൊണ്ട് തലകുനിച്ചു നിന്നു. പക്ഷേ മാധവ് അതിന് യാതൊരു മറുപടിയും നൽകിയില്ല. അവൻ തൻ്റെ ഷർട്ടിൽ ഇല്ലാത്ത പൊടി തുടച്ചുകൊണ്ട് അവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. നാശം! അവൻ അമർഷത്തോടെ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞ് ബാൽക്കണിയിലേക്ക് നടന്നു. ഡോർ വലിച്ചടയുന്ന ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. കല്ലു ശ്വാസം അടക്കിപ്പിടിച്ച് ആ അടഞ്ഞ ഡോറിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയം മാറി അവിടെ ദേഷ്യം പതഞ്ഞു പൊങ്ങാൻ തുടങ്ങി. എൻ്റെ പൊന്നോ, എന്തൊരു ജാടയാ അയാൾക്ക്! അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പല്ലെറുമി. ഞാൻ അറിയാതെ ഒന്ന് വീണതല്ലേ, മനഃപൂർവ്വം അല്ലല്ലോ. കണ്ണിച്ചോരയില്ലാത്ത കടുവ. ഈ കാലിനോടൊക്കെ ഞാൻ എന്തിനാ സോറി പറഞ്ഞത്? ആ സോറി ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അവൾ ദേഷ്യത്തോടെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖം വെട്ടിത്തിരിച്ച് കട്ടിലിലേക്ക് പോയിരുന്നു. എങ്ങനെയെങ്കിലും ഈ ദിവസം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിലെന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അയ്യേ, ഞാൻ ഇനി എങ്ങനെ സാറിൻ്റെ മുഖത്ത് നോക്കും? അവൾ തനിക്ക് വീഴാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് പല ആവർത്തി മനസ്സിൽ പറഞ്ഞു. പിന്നീടുള്ള ആ ദിവസത്തിൻ്റെ ബാക്കി സമയം വളരെ ഇഴഞ്ഞാണ് നീങ്ങിയത്. മുറിയിലെ ആ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്നോണം അവൾ വേഗം താഴേക്ക് പോയി. മഹിമയുടെ കൂടെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള സമയം മുഴുവനും. അവളുടെ കോളേജിലെ വിശേഷങ്ങളും പിന്നെ ഏതൊക്കെയോ കഥയുമൊക്കെ കേട്ടിരുന്നാണ് സമയം കളഞ്ഞത്. കല്ലു എല്ലാം കേട്ട് ചിരിച്ചെങ്കിലും രാവിലത്തെ സംഭവം മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. രാത്രി ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോഴും മാധവും കല്യാണിയും പരസ്പരം നോക്കിയില്ല. മാധവ് എന്തോ തിരക്കിട്ട ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണിയാണെങ്കിൽ പ്ലേറ്റിൽ തന്നെ മുഖം പൂഴ്ത്തിയിരുന്നു. കിടക്കാൻ നേരം മുറിയിലേക്ക് തിരികെ കയറുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം തോന്നി. നാളെ തിങ്കളാഴ്ചയാണ്, ക്ലാസ്സിൽ പോകണം. വിവാഹത്തിന് ശേഷമുള്ള കോളേജിലെ ആദ്യത്തെ ദിവസമാണ്. കിടക്കയിലേക്ക് വീഴുമ്പോൾ മങ്ങിയ നൈറ്റ് ലാമ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ തനിക്ക് എതിർവശത്തെ സോഫയിൽ തിരിഞ്ഞു കിടക്കുന്ന മാധവനെ അവളൊന്ന് നോക്കി. നാളെ കോളേജിൽ പോയി ഇയാളുടെ മുന്നിൽ സ്റ്റുഡൻ്റ് ആയിരിക്കണമല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് മടുപ്പ് തോന്നി. അതോർത്തോർത്താണ് അവൾ ഉറങ്ങിയത് തന്നെ. പിറ്റേന്ന് അതിരാവിലെ തന്നെ കല്യാണി ഉറക്കമുണർന്നു. കണ്ണു തുറക്കുമ്പോൾ മുറിയിൽ നേരിയൊരു ഇരുട്ടുണ്ടായിരുന്നു. ബ്ലാങ്കറ്റ് വകഞ്ഞു മാറ്റി അവൾ പതിയെ എഴുന്നേറ്റിരുന്നു. സ്വാഭാവികമായും കണ്ണുകൾ നേരെ പോയത് എതിർവശത്തെ സോഫയിലേക്കാണ്. മാധവ് കിടന്നിടം ശൂന്യമാണെന്ന് കണ്ടതും അവൻ ജോഗിങ്ങിന് പോയെന്ന് അവൾക്ക് മനസ്സിലായി.
ഇത്രയും രാവിലെയൊക്കെ ജോഗിങ്ങിന് പോയാൽ കണ്ണ് കാണുമോ ആവോ? മനസ്സിലോർത്തുകൊണ്ട് അവൾ ബെഡിൽ നിന്നിറങ്ങി. പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു ചുരിദാറുമിട്ട് അവൾ താഴേക്ക് നടന്നു. താഴെ ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ നിന്ന് അവ്യക്തമായി പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും മണവും വരുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ അവിടേക്ക് ചെന്നു. ഗീതയും മഹിമയും രാവിലത്തെ ജോലികളിൽ മുഴുകിയിരിക്കുന്നു. അവളെ കണ്ടതും ഗീത ചിരിച്ചു. ഹായ്, എഴുന്നേറ്റോ മോളെ, വാ ചായ കുടിക്കാം. ഗീത 2 കപ്പുകളിൽ ആവി പറക്കുന്ന ചായ പകർന്നു. ഒന്ന് അവൾക്ക് നേരെ നീട്ടി. ഇത് മോള് കുടിക്കുക, പിന്നെ ഇത് മാധവന് കൊണ്ടുപോയി കൊടുത്തേക്ക്. അവനപ്പുറത്തെങ്ങാൻ കാണും. മിക്കവാറും ജോഗിങ് കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. കല്യാണിക്ക് അത് കേട്ട് എന്തോ പോലെയായി. അവൾ കപ്പ് വാങ്ങാനൊന്നും മടിച്ചു. ആൻറ്റി, അത് ഞാൻ... അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. എന്താ മോളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ദാ ചെല്ല്, മാധവന് ചായ ചൂടാറാതെ വേണം. മോള് വേഗം ഒന്ന് കൊണ്ടുപോയി കൊടുത്തേക്ക്. ഞാൻ ചെന്ന് ദോശയ്ക്ക് മാവ് ഒഴിക്കട്ടെ. ഗീത അവളുടെ മടി മനസ്സിലാകാത്ത ഭാവത്തിൽ 2 കപ്പും അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജോലിയിലേക്ക് തിരിഞ്ഞു. അവൾ ആ 2 കപ്പുകളിലേക്കും മാറി മാറി നോക്കി. വേറെ വഴിയില്ലാതെ അവൾ കപ്പുമായി ഹോളിലേക്ക് നടന്നു. അവിടെ അവനെ കാണാതെ സിറ്റ് ഔട്ടിലേക്ക് നടക്കുമ്പോൾ ഹൃദയം ചെറുതായി മിടിക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം മാക്സിമം മാധവനെ കാണാത്ത ഭാവത്തിൽ നടക്കുകയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പെട്ടുപോയി. അതേസമയം മാധവ് സിറ്റ് ഔട്ടിലെ പടിയിലിരുന്ന് ഷൂസിൻ്റെ ലേസ് അഴിക്കുകയായിരുന്നു. വിയർത്തൊട്ടിയ ടീഷർട്ട് അവൻ്റെ ശരീരത്തോട് ചേർന്ന് കിടന്നിരുന്നു. മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട്. അവൾ വന്നത് അവൻ അറിഞ്ഞതേയില്ല. കല്ലു ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. പിന്നെ പതിയെ മുരടനക്കി ശബ്ദമുണ്ടാക്കി. അത് കേട്ട് അവൻ തലയുയർത്തി നോക്കി. അമ്മ തരാൻ പറഞ്ഞു. അവൾ ആരോടുമില്ലാതെ പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് അവന് നേരെ നീട്ടി. അവനൊന്നും മിണ്ടാതെ കയ്യിലിരുന്ന ഷൂസ് നിലത്ത് വെച്ച് കപ്പ് വാങ്ങി. ചൂട് ചായ ഒരിറക്ക് കുടിച്ചു. അപ്പോഴേക്കും ഗീത അവിടേക്ക് വന്നു. ആഹാ, രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടോ? നിങ്ങളെപ്പോഴാ കോളേജിലേക്ക് ഇറങ്ങുന്നത്? 2 പേരും ഒരുമിച്ചല്ലേ പോകുന്നത്? ഗീതയുടെ ചോദ്യം കേട്ടതും കല്യാണി ഞെട്ടി. അപ്പോഴാണ് ക്ലാസ്സിൽ പോകേണ്ട കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. അവൾ തിരിഞ്ഞ് മാധവിനെ നോക്കി. ആളുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവവ്യത്യാസവുമില്ല. ഞങ്ങൾ ഒരുമിച്ചല്ല ഇറങ്ങുന്നത്. എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. സോ നേരത്തെ പോകണം. കല്യാണി പതിയെ ബസ്സിൽ വന്നോളും, അവൻ നിസാരമായി പറഞ്ഞു. അതെന്താ അങ്ങനെ? ഗീതയുടെ ശബ്ദം കടുത്തു. 2 പേരും ഒരിടത്തേക്ക് തന്നെയല്ലേ പോകുന്നത്? അപ്പോൾ പിന്നെ അവളെന്തിനാ കഷ്ടപ്പെട്ട് ബസ്സിൽ വരുന്നത്? നിങ്ങൾ ഒരുമിച്ച് കാറിലങ്ങ് പോയാൽ പോരെ? അവർ ചോദിച്ചു. അമ്മ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നേരത്തെ ഇറങ്ങണം, അവൻ പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു. അതിനിപ്പോൾ എന്താ മാധവ്? എങ്കിൽ കല്ലുമോള് നേരത്തെ ഇറങ്ങട്ടെ. മോള് കുറച്ച് നേരത്തെ കോളേജിലെത്തിയെന്നും വെച്ച് ഒന്നും സംഭവിക്കില്ല. ഏതായാലും അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഗീത കല്യാണിയുടെ നേരെ തിരിഞ്ഞു. മോളെ, നീ വേഗം പോയി റെഡിയാവുക, എന്നിട്ട് 2 പേരും ഒരുമിച്ച് കോളേജിലേക്ക് ഇറങ്ങിക്കോ. മാധവ് എതിർത്തുകൊണ്ടെന്തോ പറയാൻ വാ തുറന്നെങ്കിലും ഗീതയുടെ കടുപ്പിച്ചുള്ള നോട്ടത്തിൽ അവൻ പിൻവാങ്ങി. ഒന്നും മിണ്ടാതെ കല്ലുവിനെ തുറച്ചൊന്ന് നോക്കിയിട്ട് കപ്പിലെ ചായ ഒറ്റ വലിക്ക് കുടിച്ചിട്ട് എഴുന്നേറ്റകത്തേക്ക് പോയി. മാധവിൻ്റെ ഒപ്പം കോളേജിൽ പോകാനൊരു മടി തോന്നിയെങ്കിലും ഗീതയോട് പറ്റില്ലെന്ന് പറയാൻ കല്യാണിക്കും ധൈര്യമുണ്ടായില്ല. അവൾ വേഗം മുറിയിലേക്ക് നടന്നു. കോളേജിലിടാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് ID കാർഡും ബാഗും ഒക്കെ എടുത്ത് അവൾ റെഡിയായി നിന്നു. കഴുത്തിലെ താലി പുറത്താരും അറിയാത്ത വിധം ഷാളിനുള്ളിൽ ഒളിപ്പിച്ചു. നേരത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടും മാധവ് സാധാരണ ഇറങ്ങാറുള്ള നേരത്തെ തന്നെയാണ് റെഡിയായി താഴേക്ക് വന്നത്. അതോടെ അവൻ മനഃപൂർവ്വം ഒഴിയാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അവൾക്കും മനസ്സിലായിരുന്നു. 2 പേരും സൂക്ഷിച്ചു പോകണം. മാധവ് കല്ലുമോളെ ക്ലാസ്സിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം നീ സ്റ്റാഫ് റൂമിലേക്ക് പോയാൽ മതി കേട്ടോ. ഇറങ്ങാനായി കാറിൽ കയറുന്നതിന് തൊട്ടു മുൻപ് രാജീവ് ഉപദേശിച്ചു. മാധവ് അമർത്തിയൊരു മൂളലിൽ മറുപടി ഒതുക്കി. കല്യാണി എല്ലാവരോടും യാത്ര പറഞ്ഞ് പതിയെ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. മാധവ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. വീടിൻ്റെ ഗേറ്റ് കടന്ന് കാർ റോഡിലേക്ക് പ്രവേശിച്ചു. അകത്ത് AC-യുടെ തണുപ്പ് വന്നു നിറഞ്ഞു. കനത്ത നിശബ്ദതയും. മാധവ് പൂർണ്ണമായും ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. നോട്ടം റോഡിൽ നിന്ന് മാറിയതേയില്ല. കാർ കോളേജിലേക്കുള്ള മെയിൻ റോഡിലേക്ക് കയറി. ഇനിയൊരു 40 മിനിറ്റ് യാത്രയുണ്ട് കോളേജിലേക്ക്. കല്ലു എന്തൊക്കെയോ ഓർത്തോർത്തിരിക്കുന്നേരമാണ് അപ്രതീക്ഷിതമായി മാധവ് റോഡ് സൈഡിലേക്ക് ഒതുക്കി വണ്ടി നിർത്തിയത്. അതൊരു ബസ് സ്റ്റോപ്പായിരുന്നു. കോളേജ് വിദ്യാർത്ഥികളടക്കം കുറച്ചാളുകൾ അവിടെ ബസ് കാത്തു നിൽപ്പുണ്ട്. കല്ലു സംശയത്തോടെ അവനെ നോക്കി. എന്താ നിർത്തിയത്? അവൾ ചോദിച്ചു. മാധവ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തിരിഞ്ഞ കല്ലുവിനെ നേരെ നോക്കി. ആമുഖത്തെ നേരം തിരിച്ചറിയാനാവാത്തൊരു ഭാവം. കല്ലു അർത്ഥമറിയാതെ അവനെ തന്നെ നോക്കി.
മാധവ് പെട്ടെന്ന് ഡാഷ്ബോർഡിൽ നിന്ന് തൻ്റെ പേഴ്സ് എടുത്ത് അതിൽ നിന്ന് 2 500 രൂപയുടെ നോട്ട് പുറത്തെടുത്തു. ഇറങ്ങിക്കോ, അവൻ ആ പണം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്ത്? കല്ലുവിന് താൻ കേട്ടത് വിശ്വസിക്കാനായില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഇറങ്ങിക്കോളാൻ. സൗകര്യം പോലെ ബസ്സിന് വന്നാൽ മതി. നമ്മൾ ഒരേ കാറിൽ വന്നിറങ്ങുന്നത് കോളേജിൽ ആരെങ്കിലും കണ്ടാ പിന്നെ അതും മതി. ഓരോ അനാവശ്യ ചോദ്യങ്ങൾ വരും. ആളുകൾക്ക് സംശയം തോന്നും. വിവാഹത്തിൻ്റെ കാര്യം കോളേജിൽ ആരും അറിയരുതെന്ന് ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞിരുന്നില്ലേ? സോ ഗെറ്റ് ഡൗൺ ഹിയർ ആൻഡ് ടേക്ക് ദ ബസ്, അവൻ വളരെ നിസാരമായ ലാഘവത്തോടെ പറഞ്ഞു നിർത്തി. കല്ലു അവൻ്റെ പുച്ഛഭാവത്തിലുള്ള പറച്ചിൽ കേട്ട് വല്ലാതെയായി. അതെ, സാറിൻ്റെ ലോജിക്ക് ശരിയാണ്. ഇരുവരും ഒരേ കാറിൽ വന്നിറങ്ങിയാൽ പലർക്കും സംശയം തോന്നും. പല ചോദ്യങ്ങൾ വരും. അവൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അവൾക്കും തോന്നി. പക്ഷേ അവനിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നത് അവളെ വേദനിപ്പിച്ചു. പിന്നെ അവൻ്റെ ആ രീതിയും പുച്ഛം കലർന്ന നോട്ടവും എല്ലാം കൂടി ചേർന്ന് അവളുടെ അഭിമാനത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അവൾ ദേഷ്യത്തോടെ അവൻ വെച്ച് നീട്ടിയ നോട്ടുകളിലേക്ക് നോക്കി. എനിക്ക് സാറിൻ്റെ ഔദാര്യമൊന്നും വേണ്ട. ബസ്സിന് പോകാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇത്ര നാൾ കോളേജിൽ പോയത് സാറിൻ്റെ പൈസ കൊണ്ടല്ലല്ലോ. ഇനി അങ്ങോട്ട് പോകാനും എനിക്കറിയാം, കല്ലു ശബ്ദം കടുപ്പിച്ചു പറഞ്ഞു. എന്തുകൊണ്ടോ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാധവ് മുഷിച്ചിലൂടെ മുഖം വെട്ടിച്ചു. അവൾ വേഗം കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങാനാഞ്ഞിട്ട് പെട്ടെന്നെന്തോ ഓർത്ത പോലെ തിരിഞ്ഞ് അവന് നേരെ നോക്കി. ഇതുവരെ ലിഫ്റ്റ് വന്നതിന് താങ്ക്സ്, അവൾ പല്ലു ഞെരിച്ച് പറഞ്ഞിട്ട് പുറത്തിറങ്ങി ഡോർ വലിച്ചടച്ചതും ഒരു നിമിഷം പോലും പാഴാക്കാതെ മാധവ് കാർ മുന്നോട്ടെടുത്തു. അന്തരീക്ഷത്തിൽ പൊടി പറത്തിക്കൊണ്ട് തന്നിൽ നിന്ന് അകന്നു പോകുന്ന ആ വെളുത്ത കാറിലേക്ക് നോക്കി കല്ലു ആ ബസ് സ്റ്റോപ്പിൽ തറഞ്ഞു നിന്നു. ചുറ്റുമുള്ളവർ കാര്യമറിയാതെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ചേർന്ന് അവളെ വല്ലാതെ വീർപ്പുമുട്ടിച്ചു. വലം കൈ ഉയർത്തി ഡ്രസ്സിനുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന താലിമാലയിൽ അവൾ അമർത്തിപ്പിടിച്ചു. ഈശ്വര, ഇതൊക്കെ എങ്ങനെ, എവിടെ ചെന്ന് അവസാനിക്കുക? നിറഞ്ഞ മിഴികൾ ഇറുക്കിയടക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരം ഏറിയേറി വരുന്നത് കല്യാണി അറിഞ്ഞു.